നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെക്കുറിച്ച് വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വിമർശിച്ചെന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കാൻ പോണില്ല. സത്യങ്ങളിങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പ്രസ്ഥാനം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും പ്രസ്ഥാനത്തോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന പാർട്ടി സഖാക്കളെ നിങ്ങളെ കണ്ടുണ്ട്. ഒരു ഉന്നമനമോ അതുകൊണ്ട് ഇല്ലെങ്കിൽ പോലും, ഒരു സ്ഥാനമാനങ്ങളോ അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവസാനം വരെയും ഈ പ്രസ്ഥാനത്തിനോടൊപ്പം കൈകൊടുത്ത് മുന്നേറുന്ന ഒരുപാട് പാർട്ടി സഖാക്കളുണ്ട്. അത് ഈ ഇടതുപക്ഷത്തല്ലാതെ വേറൊരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ കാണാനും പോകുന്നില്ല. ഈ പ്രസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് തീരദേശ ഗ്രാമമായ വലിയതുറയിൽ വർഷങ്ങളായിട്ട് നമുക്കറിയുന്നതാണ് സഖാവ് ജോൺ എന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകന്. എത്ര വർഷങ്ങളായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണെന്നറിയോ അദ്ദേഹം. ഇതുവരെ ഒരു സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പോലും ആ മനുഷ്യൻ്റെ നാവെന്ന് അങ്ങനെ ഒന്നും വരത്തില്ല. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയാത്ത കുറേ ആൾക്കാർക്ക് വേണ്ടിയാണ്. അന്ന് ഇന്നും ഈ ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന സഖാവാണ് സഖാവ് ജോൺ. നിങ്ങളൊന്ന് കണ്ടുവെക്ക് ആ സഖാവിൻ്റെ വാക്കുകളൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു വലിയൊരു പ്രചോദനമാണ് ഈ സാധനങ്ങളൊക്കെ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് അങ്ങ് എന്താ പറയാൻ വേണ്ടി, അതിന് വാക്കുകളില്ല. അതേപോലത്തെ മനുഷ്യന്മാരെയൊക്കെ നമുക്ക് സ്വപ്ന തുല്യമാണ്. എന്തായാലും സഖാവ് ജോണിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. എൻ്റെ 1-2 അന്ത്യാവകാശവും സമ്മതപത്രവും എൻ്റെ പാർട്ടി സഹകരണ മുമ്പാടെ ധൈര്യപൂർവ്വം സമർപ്പിക്കുകയാണ്. പ്രിയ കുടുംബാംഗങ്ങളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവനയായി കൈമാറുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനം CPMയുടെ സഹകരണ സ്വന്തമാണ്. കുടുംബത്തിന്റെ എല്ലാ ക്രിയകളും ചടങ്ങുകൾക്ക് ശേഷം പാർട്ടി സഹായത്തിൽ കൈമാറണം. അവർ ഉചിതമായ യാത്രയിൽ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൈമാറണം. 3. എനിക്ക് രോഗം ബാധിച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായാൽ വലിയതൊരു ഗവൺമെന്റ് ആശുപത്രിയിലോ തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകണം. പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എന്നെ കൊണ്ടാക്കൽ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സാക്ഷികൾ: ഫിലോമിന എ, ഒപ്പ് എന്റെ ഭാര്യ; സുജോ ജോൺ, ഒപ്പ് എന്റെ മകൻ; കെവിൻ ഫെർണാണ്ടസ്, അവരെ ദയവായി സ്നേഹിക്കുന്ന നമ്മുടെ ഏരിയ സെക്രട്ടറി സാർ